കേരളത്തിലെ 19 എംപിമാരും വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി കൈ ഉയർത്തണമെന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലെ UDF, LDF എംപിമാരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം മതേതര എംപിമാരാണല്ലോ എന്നാണ്. ഷാഫി പറമ്പന്റെയൊക്കെ മതേതരത്വം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയും. ഈ വഖഫ് ബില്ലിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അവർ കൈ ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മഹാരാഷ്ട്രയിലെ ഉജ്ജ്വലമായിട്ടുള്ള BJP വിജയത്തിന് ശേഷം, NDAയുടെ വിജയത്തിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. നിർഭാഗ്യവശാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട. കോൺഗ്രസ് മുന്നണി 40 സീറ്റിലേക്ക് ഒതുങ്ങി. 80% സീറ്റുകളും നരേന്ദ്രമോദിയുടെ മുന്നണി മഹാരാഷ്ട്രയിൽ കരസ്ഥമാക്കി. കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനായിരുന്നു മഹാരാഷ്ട്രയുടെ ചുമതല എന്നാണ് ഇവിടെ വാർത്തയാക്കപ്പെട്ടിരുന്നത്. 20% താഴെ പോയി. അവരാരും തന്നെ കേരളത്തിൽ, ഒരു മാധ്യമവും കേരളത്തിൽ മഹാരാഷ്ട്രയിലെ ഈ ദയനീയമായ പരാജയം ചർച്ചയ്ക്കെടുത്തില്ല. അവരെല്ലാം വിഷയങ്ങൾ തിരിച്ചുവിടാൻ മറ്റു കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇവിടെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കുമൊക്കെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ സ്ഥിരമായി നിയന്ത്രിക്കാൻ കഴിയുന്നു. SDPIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പോകുന്നു.